Hello friends, welcome back to our channel. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഐസ്ക്രീം കൊണ്ടൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഐസ്ക്രീമിന് മധുരമുള്ളതാണല്ലോ, അതുകൊണ്ട് ഇത്രയും മതിയാകും. ഇത് ഞാൻ നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 240 ml മെഷറിംഗ് കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ സ്പാനിഷ് ഡിലൈറ്റ് ആണ്. ഇതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ബാറ്റർ റെഡിയാക്കാവുള്ളൂ. അപ്പോൾ 2 കപ്പ് ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഐസ്ക്രീം നമ്മൾ നല്ല രീതിയിൽ തണുപ്പ് മാറ്റിയാൽ മാത്രമേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആയി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ് വേണ്ടത്. 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സിലേക്ക് 1 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നമ്മുടെ ഐസ്ക്രീമിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ആദ്യം തന്നെ ഒരുമിച്ചിട്ട് മിക്സാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ കട്ടകൾ ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് നല്ല കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ ചോക്ലേറ്റ് ചിപ്സും കൂടെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിതൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ നേരത്തെ തന്നെ കേക്ക് ട്രേ റെഡിയാക്കി വെച്ചേക്കുകയാണ്. കുറച്ച് ഓയിലും മൈദയും കൂടെ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ട്രേ ആണ്. ഇങ്ങനെ ചെയ്യുമ്പം വേഗം തന്നെ നമ്മുടെ കേക്ക് ഇങ്ങനെ ഇളകി കിട്ടും. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ടാപ്പ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. ഇതാകുമ്പോൾ കുറച്ച് ഭംഗിയിൽ കിട്ടുമല്ലോ. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരം മുന്നേ തന്നെ ലോ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. പഴയ പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 45 മിനിറ്റ് നേരം മാത്രമേ എനിക്ക് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് നമുക്ക് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ട്രേയിൽ നിന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവുള്ളൂ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.